സ്വർഗീയ ഗായകരോടൊപ്പം കുഞ്ഞു മിഷണറിമാരുടെ സ്നേഹധാര, കുരുന്ന നക്ഷത്രങ്ങളുടെ സംഗീത വിസ്മയമായ ടെൻഡർ റൈംസിന്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് നല്ലൊരു തുടക്കം കുറിക്കാം. മാനന്തവാടി രൂപതയിൽ നിന്നും കൊച്ചു കൂട്ടുകാർ ഇവിടെ പാടാനെത്തിയിരിക്കുന്നു. അവരുടെ പാട്ടുകൾ കേൾക്കുന്നതിന് മുൻപായി അവരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ആദ്യമായി കടന്നു വരുന്നു മിഥു. മിഥു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. മോക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ദാനമാണ് സംഗീതം. അതെ. ഈ സംഗീതം മോളുടെ ഇടവകയിൽ എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കുന്നത്? പെരുന്നാളുകളിൽ പാടും, മത്സരങ്ങൾ പാടും. പെരുന്നാളിനൊക്കെ പാടാറുണ്ടല്ലേ? പള്ളിയിൽ കൊയറിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമോ? പറ്റുന്ന ദിവസങ്ങളിൽ പോകും. സാധിക്കുന്ന ദിവസം എല്ലാം പോകും. വിശുദ്ധ കുർബാനയിൽ പാട്ട് പാടും. അതെ അല്ലേ? മോളുടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ആരാ? അമ്മ. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പാടും. നന്നായിട്ട് പാട്ട് പാടും. മോൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ഷാലോം ടിവിയിലേക്ക് പോരുവാന്ന് പറഞ്ഞപ്പോൾ മോളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞു? നന്നായി പാടണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടല്ലേ വന്നത്? അതെ. എല്ലാവിധ ആശംസകളും നേരുന്നു. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ആത്മാവിന്റെ സ്നേഹഗീതവുമായി ഇനി കടന്നു വരുന്നു ഡെൻസിൽ. ഡെൻസിൽ, സുഖമാണോ? സുഖമാണ്. മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ആരാ? മാതാവ്. മാതാവാണല്ലേ? മാതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറയാമോ? കുട്ടിന്മേൽ നിന്നുകൊണ്ട് അമ്മേ. ഈ പാട്ടാണോ ഇന്ന് പാടുന്നത്? അതെ. അതെ. മോൻ എല്ലാ ദിവസവും കൊന്തയൊക്കെ ചെല്ലുവോ? ചൊല്ലാറുണ്ട്. മോന്റെ വീട്ടിലെ കൊന്തയ്ക്ക് ലീഡ് ചെയ്യുന്നത് ആരാ? എൻ്റെ അമ്മ. അമ്മയാണോ? മോൻ ലീഡ് ചെയ്യുവോ? ഞാൻ കൂടെ പാടും. കൂടെ പാടും. പാട്ടൊക്കെ ആയിട്ടാണോ പാടുന്നേ? പ്രാർത്ഥന ചെല്ലുന്ന പ്രാർത്ഥനയായിട്ടാണോ അതോ പാട്ടായിട്ടാണോ? രണ്ടായിട്ടും. രണ്ടുമുണ്ട്. മാതാവിന്റെ പാട്ടും പാടും, ഒപ്പം ജപമാല പ്രാർത്ഥനയായിട്ടും ചെല്ലും അല്ലേ? അപ്പം ഒരു നല്ല ജപമാല ഭക്തനായിട്ട് മാറുക. പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. പേടിയൊന്നും വേണ്ട, നന്നായിട്ട് പാടുക. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. സ്വർഗീയ വ്യൂഹത്തോടൊപ്പം ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവാൻ ഇനി കടന്നു വരുന്നു ആൻമരിയ. ആൻമരിയ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. മോള് പള്ളി പാട്ട് പാടുവോ? പാടും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമോ? അത്യാവശ്യം സാധിക്കുന്ന ദിവസമെല്ലാം പോകും. സാധിക്കുന്ന ദിവസം എല്ലാം പോകും അല്ലേ? മോളാണോ കുർബാന സ്വീകരണത്തിന്റെ സമയത്തൊക്കെ പാടുന്നേ? അതെ. എത്ര വർഷമായിട്ട് പാടുന്നു? 2 വർഷമായി. 2 വർഷമായിട്ട്. മോളുടെ വീട്ടിൽ ആരൊക്കെ പാടും? പപ്പയും അമ്മയും അനിയത്തിയും പാടും. അവരെല്ലാവരും മോക്ക് കറക്ഷൻസ് ഒക്കെ തരുമോ? തരുമല്ലേ? ആരാ ഏറ്റവും നന്നായിട്ട് പാടുന്നേ? 2 പേരും പാടും. 2 പേരും നന്നായിട്ട് പാടും. പാട്ട് കൂടാതെ മോക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്? ഡാൻസ് കളിക്കും, പ്രസംഗം പറയും. പ്രസംഗമൊക്കെ പറയും. മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. മിഷൻ ലീഗിന്റെ മത്സരത്തിന് പോയോ? പോയിട്ടുണ്ടല്ലേ? ഒരു മിടുക്കി കുട്ടിയാണല്ലോ. ഭാവിയിൽ ഒരു വലിയ ഗായികയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ജെറുസലേമിൽ വിശുദ്ധ ഭവനത്തിന് തുടക്കമിട്ടവനോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ആദ്യമായി വേദിയിലേക്ക് കടന്നു വരുന്നു മിഥു. മിഥു, ഏത് പാട്ടാ ഇന്ന് പാടുന്നത്? സ്നേഹം വെച്ച് വിളമ്പും. ആരാ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നേ? അമ്മ. അമ്മയാണല്ലേ? എന്തുകൊണ്ടാ മോക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെ? ഇത് പാടുമ്പോൾ മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നും. മോള് പാട്ട് പഠിക്കാറുണ്ടോ? ഇല്ല, പഠിക്കാറില്ല. അമ്മയുടെ പാട്ട് കേട്ടാണ് മോളും പഠിച്ചത്. അതെ. അമ്മ മോക്ക് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നീ എൻ്റെ അരികത്ത് വേണം. അമ്മ നന്നായിട്ട് പഠിപ്പിച്ചു. മോളത് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഞാൻ മിഷൻ ലീഗിന്റെ മത്സരങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. പ്രൈസ് ഒക്കെ ലഭിച്ചോ? ലഭിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാട്ട് പാടാൻ ഈശോ സഹായിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണെന്ന് അരുളി ചെയ്ത ഈശോയെ, നിന്റെ കൃപകൾ ഞങ്ങളിൽ നിറയ്ക്കണമെന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം ആസ്വദിക്കാം. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ, സ്നേഹ
ചരിത്രത്തിന്റെ താളുകളിൽ ദാവീദ് രാജാവ് ദൈവത്തെ ആരാധിച്ചതുപോലെ സ്തുതിഗീതങ്ങളുമായി ഇനി കടന്നു വരുന്നു ഡെൻസിൽ. ഡെൻസിൽ ഏത് പാട്ടായിരുന്നു പാടുന്നത്? ഞാനൊരു മാതാവിൻ്റെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അമ്മേ എന്നുള്ള പാട്ട്. ഈ പാട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെ? ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് മാതാവിനെ ഓർമ്മ വരികയും യേശുവിൻ്റെ കുരിശുമരണത്തിൽ മാതാവ് അനുഭവിച്ച ആ വേദനയൊക്കെ മോന്റെ മനസ്സിലോട്ട് വരും. ഇപ്പൊ മാതാവിനോട് കൂടുതൽ ഇഷ്ടം തോന്നും. അതെല്ലേ? മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്. കൊന്തയൊക്കെ ചെല്ലുമോ? എല്ലാ ദിവസവും ചെല്ലും. ഈ പാട്ട് മോന് സെലക്ട് ചെയ്ത് തന്നതാരാ? എൻ്റെ പാരൻസും. പേരൻസ് ആണ് സെലക്ട് ചെയ്തത്. പേരൻസിന് മാതാവിനോട് നല്ല ഭക്തരാണോ? അതെ. അതെ അല്ലേ? അപ്പം പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? നല്ല രീതിയിൽ പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവകൃപ നിറഞ്ഞ അമ്മ മനസ്സിന് മുന്നിൽ താരാട്ടുപാട്ടിന്റെ സ്വരലയങ്ങളോടെ ഈ ഗാനം ആസ്വദിക്കാം. കൊണ്ടമ്മേ പ്രാർത്ഥിപ്പു
സ്വർഗത്തിൽ വസിക്കുന്ന മഹോന്നതനെ വാഴ്ത്തിപ്പാടാൻ ഇനി കടന്നു വരുന്നു ആൻ മരിയ. ആൻ മരിയ, എന്തോ ഏത് പാട്ടാ ഇന്ന് പാടുന്നത്? മനസ്സുകളിൽ മധു മലർ വിരിയുന്ന പാട്ടാണ്. ആരാ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നത്? പാരൻസ് ആണ്. പേരൻസ് ആണ് മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, അതെയല്ലേ? ഈ പാട്ടിന് എന്താ പ്രത്യേകത? എന്തുകൊണ്ടാണ് മോക്ക് ഇത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെ? അത് വിശുദ്ധരെ വണങ്ങാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. പാടുമ്പോൾ വിശുദ്ധരുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. അതെ, അവരോട് കൂടുതൽ ഭക്തിയൊക്കെ തോന്നും. അതെ, അതെയല്ലേ? പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ചെയ്തു. ടെൻഷനൊന്നും ഇല്ല? ഇല്ല. ഈശോ നന്നായിട്ട് പാടാൻ സഹായിക്കും. ഉം. അതെയല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. തകർന്ന മനസ്സിന് താങ്ങായി, തളർന്ന മനസ്സിന് ബലമായി നിന്റെ ദൈവം. ആ ദൈവത്തോട് സ്നേഹത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഗാനം പാടി പ്രാർത്ഥിക്കാം.
കാത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഗാനമാണ്. മാനന്തവാടി രൂപതയിലെ ചെറുപുഷ്പ മിഷനിലെയും കൂട്ടുകാർ ഒരുമിച്ച് പാടുന്നു ആകാശപ്പറവകളെ. ഇവിടെ പാടാനായിട്ട് കടന്നു വരുന്നവർ മിഥു, ആൻമരിയ, ഡെൻസിൽ, ക്ലെയർ ആൻഡ് ഗോഡ്വിൻ.
സംഗീതം ഓരോ മനസ്സിനും ഓരോ പ്രാർത്ഥനയാണ്, അനുഗ്രഹമാണ്. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സ്വാന്തനമേകുന്നു, കരയുന്ന മിഴികൾക്ക് ആശ്വാസമേകുന്നു. ടെൻഡർ റൈംസിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. കൊച്ചുകൂട്ടുകാരുടെ വ്യത്യസ്തവും ഇമ്പമാർന്ന ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. വരും ആഴ്ചകളിൽ കൂടുതൽ മികവുറ്റ പ്രകടനങ്ങളുമായി വീണ്ടും കാണാം.